ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ഓരോ യുഗങ്ങളിൽ താൻ അവതരിച്ചറിവുകൾ ഉപദേശിച്ചു. ഓരോ യുഗങ്ങളിൽ താൻ അവതരിച്ചറിവുകൾ ഉപദേശിച്ചു. അറിവിന്റെ പൂർണ്ണരൂപം അവതാരരൂപമായി വാഴുന്നുണ്ട്. അവതാരരൂപമായി വാഴുന്നുണ്ട്. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ആശയറ്റോരാത്മാക്കളിൽ ആശ്വാസം അനുഭവമാക്കിയിടുന്നു. ആശയറ്റോരാത്മാക്കളിൽ ആശ്വാസം അനുഭവമാക്കിയിടുന്നു. ആത്മാവിൻ്റെ ഉടമസ്ഥൻ ആത്മാവായി ഭൂവിൽ വന്നു. ആത്മാവിൻ്റെ ഉടമസ്ഥൻ ആത്മാവായി ഭൂവിൽ വന്നു. ആത്മാക്കൾക്കുള്ള രക്ഷ ബോധി ഭവിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ഉടമസ്ഥൻ ആത്മാവായി ഭൂവിൽ വന്നു. ആത്മാക്കൾക്കുള്ള രക്ഷ ബോധി ഭവിപ്പിക്കുന്നു. ആത്മാവിൽ പൂർണ്ണരൂപം ആത്മാവിൽ കണ്ടിടുവാൻ. ആത്മാവിൽ പൂർണ്ണരൂപം ആത്മാവിൽ കണ്ടിടുവാൻ. ആത്മാവിൽ പൂർണ്ണരൂപം ആത്മാവിൽ കണ്ടിടുവാൻ. ആത്മാവിൽ പൂർണ്ണരൂപം ആത്മാവിൽ കണ്ടിടുവാൻ. ആത്മനാഥൻ നൽകുന്ന ജ്ഞാനമാകുന്നു മതി. ആത്മാവിൻ പൂർണ്ണരൂപം ആത്മാവിൽ കണ്ടിടുവാൻ. ആത്മാവിൻ പൂർണ്ണരൂപം ആത്മാവിൽ കണ്ടിടുവാൻ. ആത്മനാഥൻ നൽകുന്ന ജ്ഞാനമാകുന്നു മതി. സർവാത്മാക്കളുടെയും രക്ഷിതാവായ സൃഷ്ടിതാവായ ദൈവം അവതാരമായി വന്ന് മർത്യജന്മങ്ങളെ രക്ഷിച്ച് പരിപൂർണതയിലെത്തിക്കുന്ന അവതാര കാലഘട്ടമാണ്.
ദൈവ അവതാരം ലോകത്തിൽ സംഭവിച്ചിരുന്നു. പല പല നാമങ്ങളിൽ ലോകത്തിൽ വാണിരുന്നു. പലവിധ സൗഭാഗ്യങ്ങൾ മർത്യജന്മങ്ങൾക്ക് കൊടുത്തിരുന്നു. പലർക്കും മോക്ഷം അനുവദിച്ചിരുന്നു. പലരിലും ആനന്ദം തെളിയിച്ചിരുന്നു. ഇതെല്ലാം പുരാണങ്ങളിലൂടെ വായിച്ച് നിർവൃതി അടയുന്ന ഒരു ലോകത്തിലേക്ക് സാക്ഷാൽ ഈശ്വരൻ അവതാരമായി വന്ന് ഒരു എളിയനെ പോലെ ലോകത്തിൽ ചുറ്റി സഞ്ചരിച്ചപ്പോൾ അറിയാതെ, ഒരു വിധത്തിലും പിടികിട്ടാതെ പലരും പല വിധത്തിൽ നിന്ദിക്കുകയും നിഷേധിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും അവരുടെ വീടുകളിൽ, അവരുടെ ചുണ്ടുകളിൽ, അവരുടെ മനസ്സുകളിൽ മുൻയുഗങ്ങളിലുള്ള അവതാര വാഴ്ചകളുടെ കഥകളുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവുകളുണ്ട്. പക്ഷേ നേരിട്ട് ദൈവം പ്രത്യക്ഷമായി വന്നപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ അനേകങ്ങൾ വെറുതെ ജന്മം പാഴാക്കി കളഞ്ഞു. എന്നാൽ കുറവുകളെ കണ്ടറിയാവുന്ന, പോരായ്മകളെ തൊട്ടറിയാവുന്ന ജഗദീശ്വരൻ തീരുമാനമെടുത്തു, ഇല്ല, ഒരു ശരീരത്തിൽ കൂടി ഈ ലോകം മുഴുവൻ പൂർണ്ണമായും എന്നിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലോകാന്ത്യം വരെ എൻ്റെ ഭക്തലോകത്തെ രക്ഷിക്കുവാൻ ലോകത്തിൽ ഞാൻ വാഴും എന്ന് തീരുമാനിച്ച തീരുമാനത്തിലാണ് ഇന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്നവരെല്ലാം ഭഗവാനെ കണ്ടത്, തിരുശബ്ദം കേട്ടത്, തിരു അറിവുകൾ ഗ്രഹിച്ചത്, ആനന്ദത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു മറവി പോലും സംഭവിക്കാതെ ഗുരുവിനെ കണ്ട ഭാഗ്യം അത് വളരെ വലിയ ഭാഗ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യസന്ധതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ ജീവിക്കുക. സർവശക്തി നിങ്ങൾക്ക് ആനന്ദത്തെ നിറച്ച് ദാനം ചെയ്യുമാറാകട്ടെ. നാലാമതായി വാണിരുന്ന പൊന്മണി വിഗ്രഹത്തിന്റെ മകയിരം പക്കനാൾ ദിനം കൂടിയാണിന്ന്. ഇന്ന് പ്രഭാതത്തിൽ സ്തുതിക്ക് തുടക്കം കുറിക്കുന്ന വേളയിൽ ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. കുറച്ച് ആളുകൾ അന്നേരം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ധർമ്മതീർത്ഥ സ്വാമിജിയുടെ 41-ാം ദിന ചടങ്ങ് കൂടിയാണ്. അതും ഒരു അത്ഭുതമാണ്, ആത്മബന്ധത്തിന്റെ ചരിത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് കാരണം. ആനന്ദജി ഗുരുദേവനെ ശുഭാനന്ദ ഗുരുദേവനായി ആരാധിച്ച് ജീവിക്കുന്ന വേളയിൽ ആ തൃക്കരം കൊണ്ട് അന്ന് ദാമോദരൻ സാറായിരുന്ന നമ്മുടെ ധർമ്മതീർത്ഥ സ്വാമിയെ കയ്യിൽ പിടിച്ച് സദാനന്ദ ഭക്തനായിരുന്ന സദാനന്ദ സിദ്ധ ഗുരുദേവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് കൊണ്ടുപോയി വളർത്തിയെടുത്തുകൊള്ളൂ എന്ന് കൽപ്പിച്ച ആ കൽപ്പന അന്ന് മുതൽ ആ സമാധിയാകുന്ന സമയം വരെയും വേർപിരിയാത്ത ഒരു ബന്ധം. ആ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഇന്ന് ഈ ദിനത്തിൽ ആ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരം ഉണ്ടായപ്പോൾ നമുക്ക് തികച്ചും ബോധ്യമാകാവുന്നതേ ഉള്ളൂ. അഴിവില്ലാത്ത ആത്മബന്ധത്തിന്റെ ചരിത്രം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ഇങ്ങനെ ഭക്തലോകത്തെ എന്നും രക്ഷിക്കുവാൻ സർവശക്തി കരുണയോടെ നിലകൊള്ളുകയാണ്. ഓരോ വിധത്തിൽ എന്തെല്ലാം ഒരു ആത്മാവിന് ലോകത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ജന്മം കൊടുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? വഴി മാറിപ്പോകുന്നത് കൊണ്ട് ലഭിക്കുന്നില്ല. നിനക്ക് അനുവദിച്ചിട്ടുള്ള വഴിയിൽ നിനക്കുള്ളതെല്ലാം ഉണ്ട്. നിനക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന വഴിയിൽ നിനക്കുള്ളതെല്ലാം ഉണ്ട്. നീ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോഴാണ് തക്കതായ സമയത്ത് നിനക്കത് ലഭിക്കാതെ പോകുന്നത്, ദുഃഖമായി പരിണമിക്കുന്നത്. അങ്ങനെ ദുഃഖമില്ലാത്ത ജീവിതം ചെയ്യുവാൻ സൽഗുരുവിന്റെ ഉപദേശം വഴി പോലെ ഗ്രഹിച്ച് സൽപന്ഥാവിൽ കൂടി നിങ്ങൾ ജീവിതം ചെയ്യും. അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇന്ന് കടന്നു നിൽക്കുന്ന ആത്മാവിന്റെ സ്മരണകളെ അയവിറക്കിക്കൊണ്ട് തന്നെ ഒരു ആരാധന നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും 3-4 പേരെങ്കിലും ആ സ്വാമിജിയുടെ പ്രത്യേക ജീവിതത്തെ കുറിച്ചൊരു നന്ദി വാക്ക് പറഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം
പാടി സ്തുതിക്കുക, അഖിലേശൻ വാണിടട്ടെ, അഖിലേശൻ വാണിടട്ടെ. സർവാത്മാക്കൾക്കും ആനന്ദം ദാനം ചെയ്യുവാനാണ്, അഖില ലോകേശ്വരനായ ജഗദീശ്വരൻ ഈ ലോകത്തിൽ വാഴുന്നു. ഈ ലോകത്തിൽ ഈ കലിയുഗത്തിൽ ഇപ്പോൾ വാഴുന്നത് നാമസങ്കീർത്തന രൂപമായിട്ടാണ്, നാമാവതാരമായിട്ടാണ്. നാമാവതാരത്താൽ തെളിയിക്കുന്ന നാമസങ്കീർത്തനം നാവാലോതി പഠിക്കുമ്പോൾ, നാവാലോതി സ്തുതിക്കുമ്പോൾ, നാവാലോതി കീർത്തിക്കുമ്പോൾ ആത്മാവിലേക്ക് നാമാവതാര രൂപത്തെയാണ് തെളിയിക്കപ്പെടുന്നത്. അത് വെറുതെ പാടിയാൽ പോരാ, നിയമം പാലിച്ചുകൊണ്ട് നാമം സ്തുതിക്കണം. അപ്രകാരം നിയമം പാലിച്ചുകൊണ്ട് നാമം സ്തുതിക്കുന്ന ആരിലും നൂറുകണക്കിന് കീർത്തനങ്ങൾ പുസ്തകങ്ങളാക്കി ബുക്ക് സ്റ്റാളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിക്കൊണ്ടുപോയ ഒരാൾ വെറുതെ ഇരുന്ന് കീർത്തിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാം, അതിൽ നിന്നൊരു സുഖം അനുഭവിക്കാം, അതുകൊണ്ട് പല ഗുണങ്ങളും നേടിയെടുക്കാം. എന്നാൽ യഥാർത്ഥമായ അതിന്റെ സത്യം, അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആനന്ദത്തെ ആത്മാവിലേക്ക് ആവിർഭവിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആത്മാവിലേക്ക് ആനന്ദം ആവിർഭവിക്കണമെങ്കിൽ ഈ ഓതിത്തരുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്തുതിക്കണം. ആ നിയമം പാലിച്ചുകൊണ്ട് സ്തുതിക്കുമ്പോഴേ ആനന്ദം ആനന്ദം ആനന്ദമല്ലയോ നാമം സ്തുതിക്കുന്നത്, നാമം സ്തുതി
ആനന്ദത്തിൽ നിന്നാണ്. ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ആനന്ദത്തിൽ നിന്നാണ്. ആനന്ദത്തിൽ നിന്നല്ലാതെ ഒരു സൃഷ്ടിയും ഈ ലോകത്തിലില്ല. ആനന്ദത്തിൽ നിന്നല്ലാതെ ഒരു സൃഷ്ടിയും ലോകത്തിലില്ല. പിന്നെ എന്തുകൊണ്ടാണ് സൃഷ്ടിയിൽ ദുഃഖം ഉണ്ടായത്? എന്തുകൊണ്ടാണ് സൃഷ്ടിക്ക് ദുഃഖം ഉണ്ടായത്? ആനന്ദത്തിൽ നിന്ന് വന്ന് ബന്ധപ്പെട്ടത് ഈ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്കാണ്. ആനന്ദത്തിൽ നിന്ന് വന്ന് ബന്ധപ്പെട്ടത് ഈ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഈ നരകത്തിൽ നിന്ന് എടുത്ത പ്രകൃതിയിലേക്കാണ് ഓരോരുത്തരും വന്ന് ബന്ധപ്പെട്ടത്. ഈ നരകത്തിൽ നിന്ന് ശരീരത്തിലാണ് ഓരോരുത്തരും ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ആത്മാവ് സത്യമറിയാതെ ഈ നരകത്തെ ബന്ധിച്ച് ജീവിച്ചു പോയി. അതുകൊണ്ട് ആത്മാവ് സത്യമറിയാതെ ഈ നരകത്തെ ബന്ധിച്ച് ജീവിച്ചു പോയി. നരകം എന്ന് പറയുന്നത് ദുഃഖമാണ്. മാറാത്ത ദുഃഖമാണ് നരകം. ആ ദുഃഖമാകുന്ന നരകത്തിൽ വന്ന് ബന്ധപ്പെട്ടത് കൊണ്ട്, ആ നരകത്തെ മാത്രം ചിന്തിച്ചത് കൊണ്ട്, അതിനെ തന്നെ ബന്ധിച്ചത് കൊണ്ട്, അതിനെ തന്നെ മോഹിച്ചത് കൊണ്ട് ആത്മാവ് ദുഃഖത്തിലായി പോയി. ദുഃഖമൊഴിക്കുവാൻ നിഷ്കാമയായി ഉൾക്കാമ്പിൽ വാഴുന്നീവൻ, ഉൾക്കാമ്പിൽ വാഴുന്നീവൻ.
ആഗ്രഹം ദുഃഖമില്ലാത്ത ജീവിതമാണ്. ദുഃഖം ഒഴിവാക്കാൻ വേണ്ടിയാണ് ലോകത്തിൽ സർവ്വരും ജീവിക്കുന്നത്. ദുഃഖം ഒഴിവാക്കാൻ വേണ്ടിയാണ് ലോകത്തിൽ സർവ്വരും ജീവിക്കുന്നത്. ഓരോന്നോരോന്നായി ഓരോരുത്തരും കരുതുന്നതെല്ലാം ദുഃഖമില്ലാത്ത ജീവിതത്തിന് വേണ്ടിയാണ്. ഓരോന്നോരോന്നായി ഓരോരുത്തരും കരുതുന്നതെല്ലാം ദുഃഖമില്ലാത്ത ജീവിതത്തിലേക്ക് വേണ്ടിയാണ്. അതായത് സുഖത്തിന് വേണ്ടിയാണ്. അതായത് സുഖത്തിന് വേണ്ടി. സുഖമാണ് സർവർക്കും ആഗ്രഹം. സുഖമാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ ആഗ്രഹിച്ചിടാത്ത ദുഃഖം വരാൻ കാരണം എന്തെന്നങ്ങ് ആലോചിക്കാം. ആലോചിച്ചിടാത്ത ദുഃഖം വരാൻ, ആഗ്രഹിച്ചിടാത്ത ദുഃഖം വരാൻ കാരണം എന്തെന്നങ്ങ് ആലോചിക്കാം. ആഗ്രഹിക്കാത്ത ദുഃഖം എന്തുകൊണ്ട് വരുന്നു? ആഗ്രഹിക്കാത്ത ദുഃഖം എന്തുകൊണ്ട് വരുന്നു? ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആഗ്രഹിക്കപ്പെട്ട പോലെ പാദമാറി സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. പാത അറിവാകുന്ന വഴിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമ്പോൾ, വഴിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമ്പോൾ ആത്മാവ് ദുഃഖിതനായി മാറുന്നു. എന്തുകൊണ്ട്? സുഖമാകുന്ന വഴിയാണ് നിന്നിലേക്ക് ഉപദേശിച്ചു തന്നത്. സദ്ഗുരുവിന്റെ ഉപദേശം സൽപ്പന്താവിൽ കൂടി ജീവിക്കണം. അനർത്ഥങ്ങളെ അകറ്റി നിർത്തണം. ഈ നമ്മൾ ഈ ഭൂതലെ അന്ധരായിട്ട് അലഞ്ഞപ്പോൾ താണിറങ്ങി വന്നു ദൈവം വീണ്ടെടുക്കുവാൻ. വീണ്ടെടുപ്പാൻ ലോക സദ്ഗുരു അല്ലാതെ പുരുഷനായിട്ടില്ല ദേവലോകേ. മഹാശക്തിയാണ്. വിജ്ഞാന സമ്പൂർണമാണ്. സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ്. സ്നേഹത്തിന്റെ നിറകുടമാണ്. കാരുണ്യത്തിന്റെ സാഗരമാണ്. ഇങ്ങനെ വിവിധ നാമങ്ങളിൽ വർണ്ണിക്കപ്പെടുമ്പോഴും അവരവർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ സ്തുതിക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഉള്ളും പുറവും ഒരുപോലെ വാഴും ഉള്ളവനെ ഞാൻ കാണുന്നു. ഉള്ളും പുറവും ഒരുപോലെ വാഴും ഉള്ളവനെ ഞാൻ കാണുന്നു. ഉള്ളും പുറവും ഒരുപോലെ വാഴും ഉള്ളവനെ ഞാൻ കാണുന്നു. കാണുന്നുവെന്ന് പറഞ്ഞാൽ പോരാ, കാണണം. ഇന്ന് അവിചാരിതമായി ഇവിടെ ഒരാൾ വന്നു ചേർന്നു. അത്ര സ്നേഹമൊന്നും ഈശ്വരനോട് ഇല്ലാത്ത ഒരാളാണ്. ഇല്ല എന്ന് വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷെ അത്ര താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു. ഈശ്വരൻ ലോകത്തിലുണ്ട് എന്നുള്ളതിനൊരു പ്രത്യക്ഷ ഉദാഹരണം പറയാൻ പറഞ്ഞു. ഈശ്വരൻ ലോകത്തിലുണ്ട് എന്നുള്ളതിനൊരു പ്രത്യക്ഷ ഉദാഹരണം അത് പറയാൻ കാരണം
ഈശ്വരനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞു. ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചിങ്ങനെ ചോദിച്ചു. തിരിച്ചിങ്ങനെ ചോദിച്ചു. കുറച്ചു നേരം ആലോചിച്ചിട്ട് ഈ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആൾ, ഇപ്പൊ കാര്യമായിട്ടൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞയാൾ വളരെ വ്യക്തമായ ഞാൻ ഉദ്ദേശിച്ച വിധത്തിൽ തന്നെയുള്ള മറുപടിയാണ് എന്നോട് പറഞ്ഞത്. ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈശ്വരനുണ്ട് എന്നുള്ളതിന് തെളിവ്. അത് കൈയടിച്ച് സമ്മതിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശ്വരൻ ഗുരുവായിട്ട് അവതരിച്ചു, ആത്മാവിൽ അധിവാസം ചെയ്തിടുന്നു. ഇഷ്ടപ്പെട്ടു. കാരണം അതാണ് അതിന്റെ സത്യം. അത് തിരിച്ചറിയാത്തതാണ് ആത്മലോകത്തിന്റെ പരാജയം. ഞാൻ തന്നെയാണ് ദൈവമെന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ ഓരോ ആത്മാവും മഹാത്മ്യങ്ങളെ നന്നായറിയാതെയോ പോലും എല്ലാവരും ആ ഒരു ചിന്താഗതിയിലല്ല ജീവിക്കുന്നത്. ആത്മാവ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്നും തിരിച്ച് ആത്മാവ് എങ്ങനെയാണ് രൂപാന്തരപ്പെടേണ്ടതെന്നും ആത്മാവ് ഈശ്വര രൂപമായി തീരേണ്ടുന്നതിന്റെ ആവശ്യകതയും എല്ലാം വ്യക്തമായി പറഞ്ഞു പഠിപ്പിക്കുന്ന ഗുരുവിന്റെ സന്താനങ്ങൾ എല്ലാവരും ഈ സത്യം എപ്പോഴും ഓർക്കാറില്ല. അവനവന്റെ ജന്മമഹാത്മ്യത്തെ ഓർക്കാറില്ല. ദൈവമായി തീരേണ്ടുന്ന ആത്മാവാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്നുള്ള ഓർമ്മയില്ലാതെയാണ് ദൈവമായി തീരേണ്ടുന്ന ആത്മാവാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്നുള്ള ഓർമ്മയില്ലാതെയാണ് ഓരോരുത്തരും ലോകത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നീചകർമ്മങ്ങളിലേക്ക് ഒരാളും പോവുകയില്ല. ഒരു അനർത്ഥം ചെയ്യാൻ ഇഷ്ടപ്പെടുകയില്ല. അപകടങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയില്ല. കാരണം ആത്മാവായി വാഴുന്നത് ദൈവം തന്നെയാണ്. വളരെ വ്യക്തമായി പറഞ്ഞു തന്നു, നിന്നെ കൊണ്ടു നിന്നെ
ഗ്രഹിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത് ഓർമ്മയില്ലാതെ പോകുന്നത്. വേദവിധത്തിൽ ഗ്രഹിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഓർമ്മയില്ലാതെ പോകുന്നത്. ഒരിടത്തോ രണ്ടിടത്തോ നൂറിടത്തോ അല്ല, ഒരിടത്തോ രണ്ടിടത്തോ മൂന്നിടത്തോ അല്ല, അനേകം സ്ഥലങ്ങളിൽ, അനേകം ദിനങ്ങളിൽ, അനേകം പ്രഭാഷണങ്ങളിൽ, അനേകം കീർത്തനങ്ങളിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഉറ്റവനായാലും ഓരോരുത്തർക്കും പരസ്പരമുള്ള ധാർമ്മികമായ ഓരോ കടമകളുണ്ട്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തുന്നു. അവർ പ്രാപ്തരാകുമ്പോൾ തിരിച്ചു മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു. ഇങ്ങനെ ലോകത്തിൽ നിബന്ധനപ്പെടുത്തിയിരിക്കുന്ന അനേകം നിയമങ്ങളുണ്ട്. ഇതെല്ലാം ധാർമ്മികമായി നിറവേറ്റണം. ആ നിറവേറ്റപ്പെടുമ്പോഴും അകതാരിൽ നിന്നെ കരുതണം. എന്റെ ആത്മാവിന്റെ സൽഗതിക്ക് ഞാൻ കർമ്മം ചെയ്തെങ്കിലേ പറ്റൂ. നിന്നെ കൊണ്ടു നിന്നെ ഇവിടെ നിന്ന് ഉപദേശിക്കുന്നു. അതിന്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് ഒരു ആത്മാവ് ഉയരാൻ വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഓരോന്നും തന്നിരിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗം ആത്മാവിൽ അനുഭവിക്കാം. ആ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവ് ദേഹം വിടുമ്പോൾ നേരെ സ്വർഗത്തിലേക്ക് ചേരുകയാണ്. എന്താണ് സ്വർഗം? പരമാത്മാവിന്റെ തിരുഹൃദയമാണ്. ആ തിരുഹൃദയത്തിലേക്കാണ് ആത്മാവിനെ സ്വീകരിക്കപ്പെടുന്നത്. ലോകത്തിൽ സ്വർഗം അനുഭവിക്കാത്ത ഒരാത്മാവിനും ആ പരമാത്മ ഹൃദയത്തിലേക്ക് സ്വീകരണം ഉണ്ടാവുകയില്ല. വീണ്ടും ലോകത്തിൽ ജന്മമെടുത്ത് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധമായി നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി ജീവിച്ച് നിഷ്കാമ കർമ്മങ്ങൾ ചെയ്ത് ആ സ്വർഗമാത്മാവിൽ അനുഭവമായെങ്കിലേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ കിട്ടിയിരിക്കുന്ന മനുഷ്യ ജന്മത്തെ നഷ്ടമാക്കി കളയാതെ തിരുവിഷ്ടങ്ങൾ ചെയ്ത് നിങ്ങൾ മുൻപോട്ട് ജീവിച്ചുകൊള്ളുക. ആത്മനാഥനിൽ ചേരാം. അപ്രകാരം ഗുരുവിന്റെ വാത്സല്യത്തിനും സ്നേഹത്തിനും മഹാകാരുണ്യത്തിനും പാത്രീഭൂതനായി തീർന്ന ആത്മാവായിരുന്നു നമ്മുടെ ധർമ്മകീർത്തൻ സ്വാമി. ഒരു വിശേഷപ്പെട്ട ജന്മമായിരുന്നു. കാരണം ഇവിടെ നിന്നും അരുളി ചെയ്യുന്ന ശബ്ദങ്ങൾ ഒരു ഞായറാഴ്ച ദിനമാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ നേരം സംസാരിക്കുന്ന കാര്യങ്ങൾ, അതിനിടയിൽ കീർത്തിക്കുന്ന കീർത്തനങ്ങൾ ഇതെല്ലാം അപ്പോൾ തന്നെ ഹൃദയസ്ഥിതമാക്കി വൈകുന്നേരം പോകുന്നതിന് മുൻപ് തിരക്കൊക്കെ ഒഴിയുമ്പോൾ ഭഗവാന്റെ മുൻപിലെത്തി
ഭഗവാന്റെ ഉന്നതി അത് സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ച് ആ സന്തോഷവും അനുഗ്രഹവും വാങ്ങിക്കൊണ്ടേ ഭവനത്തിലേക്ക് പോവുകയുള്ളൂ. പറഞ്ഞു കേൾപ്പിച്ചതിന് സന്തോഷവും അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് പോവുകയുള്ളൂ. ആ പല സന്ദർഭത്തിലും ആ സന്തോഷത്തിന് പാത്രീഭൂതനായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ആ സന്തോഷത്തിൽ ആ സന്തോഷവും ആ കരുതലുമാണ് ആ സന്തോഷവും ആ കരുതലുമാണ് ആ ഭഗവാന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുവാൻ അനുവാദം കൊടുത്തത്. ഭഗവാന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുവാൻ അനുവാദം സന്യാസിയായി തീർന്നു. സന്യാസിയായി തീർന്നു. ഉന്നതമായ ആ തിരുശബ്ദങ്ങളെ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിലെ ഏക മുഖപത്രമായ ശുഭാനന്ദ ദർശനം മാസികയിൽ ഈ സ്ഥാപനത്തിലെ ഏക മുഖപത്രമായ മാസികയിൽ സജീവമായി പ്രവർത്തിക്കുവാൻ ഭഗവാൻ അനുവദിച്ചു. സജീവമായി പ്രവർത്തിക്കാൻ ഭഗവാൻ അനുവദിച്ചു. ഇതെല്ലാം ഒരാത്മാവിലുണ്ടാകുന്ന ഭാഗ്യാവസ്ഥകളാണ്. മാസികയിൽ പ്രവർത്തിച്ചെങ്കിലേ മോക്ഷം കിട്ടൂ എന്നുള്ളതല്ല. ഒരാത്മാവ് ഈ സന്നിധാനത്തിലേക്ക് കടന്നു വന്ന് ആ സ്വീകരിക്കപ്പെടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആത്മാവ് കൊണ്ട് ഉയരണം. മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആത്മാവ് ഉയരണം. അതൊരു മാസികയോ അല്ലെങ്കിൽ മറ്റൊരു പ്രഭാഷണമോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമങ്ങളിലൂടെയോ അല്ല. മാസികയോ മാധ്യമങ്ങളിലൂടെ അല്ല. അവനവന്റെ ജീവിതം കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കണം. അപ്രകാരം പ്രകാശിപ്പിക്കുവാൻ ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന മഹത്വമേറിയ മനുഷ്യജന്മങ്ങളെ നഷ്ടമാക്കി കളയല്ലേ. മനുജന്മം ലഭിച്ചല്ലോ. ജീവിച്ചിരിക്കുക
ചേർന്ന് നിന്ന് ചിന്തിക്കുക. ഉന്നതനായ ദൈവത്തോട് ചേർന്ന് നിന്ന് ഉന്നതനായ ദൈവത്തോട് ചേർന്ന് നിന്ന് പറയുക. ദൈവത്തോട് ചേർന്ന് നിന്ന് ഉന്നതനായ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. ഗുരുരൂപം ആത്മരൂപമായി നിങ്ങളിൽ തെളിയുമാറാകട്ടെ. ഒരു ആഗ്രഹമായി ഞങ്ങളിൽ തെളിയുമാറാകട്ടെ. ഈ മഹാദേവാലയത്തിൽ വെച്ച് മഹാദേവാലയത്തിൽ ഇപ്രകാരം ഒരു ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മാവിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും മഹത്തുക്കൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുവാനും ഇത്രയും മഹത്വത്തിൽ ഒത്തുചേർന്ന് ഈ പുണ്യമാർന്ന മകയിരം മക്കനാൾ ദിനത്തിൽ ഈ പുണ്യമാകുന്ന വകയിൽ പക്കനാളിൽ ഞായറാഴ്ച ദിനത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനും പ്രകാരം പ്രാർത്ഥിക്കുവാനും ഇത്രയും പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും പ്രകാരം ഒന്നിച്ചിരുന്ന് ഇത്രയും പേർക്ക് ഭക്ഷണം ഈ ആത്മശാന്തിക്കുള്ള നിലവിളക്ക് സമർപ്പിക്കുവാനും ആത്മശാന്തിക്കുള്ള നിലവിളക്ക് സമർപ്പിക്കുവാനും എല്ലാം അവസരം ഒരുങ്ങിയതും ആ ആത്മാവിന്റെ കർമ്മഫലമാണ്. എല്ലാം ഒരിക്കൽ ആത്മാവിന്റെ കർമ്മമാണ്. അതുകൊണ്ട് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആശ്രയിച്ച് ജീവിച്ച് നിങ്ങളും കർമ്മം ചെയ്യുക. നിഷ്കളങ്ക സ്വരൂപൻ നിങ്ങളിൽ അധിവസിക്കുമാറാകട്ടെ, ആനന്ദിക്കുമാറാകട്ടെ. ആത്മനാഥന്റെ നിയമങ്ങളെ പാലിക്കുക, തിരുനാമങ്ങൾ സ്തുതിക്കുക, അറിയാത്തവരിലേക്ക് ഇത് അറിയിക്കുക. ആത്മബോധോദയ സംഘം നിങ്ങളിൽ കൂടി പ്രവർത്തിക്കുമാറാകട്ടെ. കോടാനുകോടി മർത്തി ജന്മങ്ങളിൽ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്ത് ഈ സ്ഥാപനത്തിൽ ഈ ആദർശത്തിൽ നിലനിർത്തിയിരിക്കുന്നത് എന്നെ പ്രവർത്തിക്കുവാനാണ്, എന്റെ അറിവുകളെ പകർത്തുവാനാണ്. നിങ്ങൾ അറിഞ്ഞ് ജീവിച്ചു കൊള്ളുക, ആരാധിച്ച് ജീവിച്ചു കൊള്ളുക, ആശ്രയിച്ച് ജീവിച്ചു കൊള്ളുക. അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർത്തുക. അറിവുകേട് ഒന്നുകൊണ്ടും വന്നുകൂടാതെ സൂക്ഷിച്ച് ജീവിക്കുക. എപ്പോഴും നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിക്കുക. നമുക്ക് അടുത്തതായി നടക്കാനിരിക്കുന്ന മഹാതീർത്ഥാടനം ഉന്നതമായി നടത്തപ്പെടുവാൻ എല്ലാവിധ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യമായി നമ്മുടെ തീർത്ഥാടനത്തിലുള്ള ഇരുപിടിക്കെട്ടുകൾ നിറയ്ക്കപ്പെട്ടു. അതിവിടെ എങ്ങുമല്ല, വിദേശ രാജ്യത്ത് UAE എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ അരിമ കുഞ്ഞുങ്ങൾ ഒത്തുചേർന്ന് ഇരുപിടിക്കെട്ടുകൾ നിറച്ചു വെച്ചിരിക്കുന്നു. എല്ലാം ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേവലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂതലോകം ഒരുങ്ങുകയാണ്. സർവ്വവീഥികളും ഇതാ ഒരുങ്ങുകയാണ്. ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, തീർത്ഥാടനം ചെയ്യുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഗുരുവിന്റെ ഹൃദയം ആടിച്ചുടിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും ഒത്തുചേർന്ന് ആനന്ദ നടനമാടി തീർത്ഥാടനം നടത്തുവാൻ എല്ലാം ലോകത്തിൽ ഒരുക്കപ്പെടുമാറാകട്ടെ. മഹാഗോപുരത്തിന്റെ മഹനീയമായ നിർമ്മാണ കാലഘട്ടമാണ്. ശുഭാനന്ദ അവതാര വാഴ്ചയുടെ മഹത്വം വർണ്ണിക്കുന്ന ഒരു കാലയളവിൽ 1882 മുതലുള്ള ലോക ചരിത്രത്തിൽ ശുഭാനന്ദ നാമത്തിനോടൊപ്പം ശുഭാനന്ദ ചരിത്രത്തോടൊപ്പം വളരെ പ്രാധാന്യത്തോടുകൂടി എഴുതി ചേർക്കപ്പെടുന്ന ഉന്നതമായ കർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശ വിളംബര ഗോപുര നിർമ്മാണമാണ് നടക്കുന്നത്. ശുഭാനന്ദ ഗോപുര നിർമ്മാണമാണ് നടക്കുന്നത്. എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക. ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ, മനോഹരമായി പൂർത്തീകരിക്കപ്പെടട്ടെ, ആനന്ദ ഗോപുരമായി ഭവിക്കട്ടെ, ശുഭാനന്ദ ഗോപുരമായി ഭവിക്കട്ടെ. ഏവർക്കും കണ്ട് സന്തോഷിക്കുവാൻ അനുവാദവും അനുഗ്രഹവും ദാനം ചെയ്യട്ടെ. സർവകർമ്മങ്ങളും ഉന്നതമായി നടത്തപ്പെടട്ടെ. ഇന്നേ ദിവസം ഈ സ്ഥാപനത്തിൽ
സ്വീകരിച്ച് ഈ സന്നിധിയിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും ഞാനിതാ ദർശിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സത്യത്തിൽ കൂടി ജീവിച്ച് ആനന്ദിക്കുവാൻ ജഗദീശ്വരൻ അനുവദിക്കുമാറാകട്ടെ. സർവ്വനേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു, സർവരെയും ദർശിച്ചിരിക്കുന്നു, സർവ്വവിദേശങ്ങളിൽ കഴിയുന്നവരെയും ദർശിക്കുന്നു. സർവർക്കുമായി സർവേശ്വരൻ വാഴുമാറാകട്ടെ. സർവ